ഹലോ ഗായ്സ്, ഇന്ന് ഞാൻ നിങ്ങളെല്ലാവരെയും ഒരു സ്ഥലത്തേക്ക് കൂട്ടുകയാണ് കേട്ടോ. എൻ്റെ കൂടെ ആദ്യത്തെ ഇൻ്റർനാഷണൽ ട്രിപ്പിലേക്ക്, അതും നിങ്ങൾക്ക് എല്ലാവർക്കും ഏറ്റവും പ്രിയപ്പെട്ട സൈലം ഫാമിലിയോടൊപ്പം. അപ്പോൾ ഞാൻ അരുണിമ, നമുക്ക് എല്ലാവർക്കും ഒന്നിച്ച് തായ്ലൻഡിലേക്ക് പോകാം. സോ ഇപ്പം നമ്മൾ ഇൻ്റർനാഷണൽ എയർപോർട്ടിലാണ്. അപ്പോൾ ഓൾറെഡി 2 മണിക്കാണ് നമ്മുടെ ഫ്ലൈറ്റ് വരുന്നത്. അപ്പോൾ സെക്യൂരിറ്റി ചെക്കിനൊക്കെ കഴിഞ്ഞ് ജസ്റ്റ് വി ആർ റിലാക്സിങ് ഇൻ ദ എയർപോർട്ട്. അപ്പം ഭയങ്കര എക്സൈറ്റഡ് ആണ്. അപ്പോൾ ഈ ഒരു ടൈം ആയതുകൊണ്ട് തന്നെ ചെറുതായിട്ട് ഉറക്കമൊക്കെ വരുന്നുണ്ട്. ബട്ട് ഇവൻ ദോ ട്രിപ്പ് പോകുന്നത് കൊണ്ട് തന്നെ ഭയങ്കര എനർജറ്റിക് ആയിട്ട് ഇരിക്കാമെന്ന് വിചാരിച്ചു. എന്നെ പോലെ തന്നെ ദായി, അൻവറ മിസ്സും, മുഫീദ മിസ്സും, മിഥില മിസ്സും ഒക്കെ ഭയങ്കര എക്സൈറ്റഡ് ആണ്. എല്ലാവരും നല്ല സുന്ദരികളായിട്ട് ബാഗോജൊക്കെ ആയിട്ട് എയർപോർട്ടിൽ കൃത്യസമയത്ത് തന്നെ എത്തിയിട്ടുണ്ട്. അതിൻ്റെ ഒരു ഉഷാറാണ് നിങ്ങൾ ഈ കാണുന്നതൊക്കെയും. സോ ബാക്കി വിശേഷങ്ങൾ നമുക്ക് ഫ്ലൈറ്റിലെത്തിയിട്ട് കാണാം കേട്ടോ. സോ വി റീച്ച് ബാങ്കോക്ക് എയർപോർട്ട്. നമ്മൾ ബാങ്കോക്ക് എയർപോർട്ടിലാണുള്ളത്. യെസ്, ഇല്ലാതിൽ എൻ്റെതില്ല. അങ്ങനെ എല്ലാവരും ഭയങ്കര ലഗേജ് എടുക്കുന്ന തിരക്കിലാണ്. ബാങ്കോക്കിലെത്തി. ഇനി നമ്മളെ കൂടെ പോകുന്നത്, ഇനി നമ്മൾ ടൈഗർ ടോപ്പിയ ബാങ്കോക്ക് റെയിൽവേ സ്റ്റേഷനിലാണ്. ഓവർ എക്സൈറ്റഡ് ആയിട്ടുള്ള ഒരു കുട്ടി എല്ലാ കൂട്ടത്തിലും ഉണ്ടാവില്ല. അത് നമ്മൾ ഞങ്ങൾ ഇനി പോകാൻ പോകുന്നത് എവിടെയാ ഗൈസ്? ടൈഗർ ടോപ്പിയ. അത് കഴിഞ്ഞ് ഗൈസ്. അപ്പൊ എല്ലാരും എത്തിയതിന്റെ ഒരു ആക്രാന്തത്തിലാണ്. Yes. So yes. English name DJ. English name DJ. Indian name Shah Rukh Khan. Okay, fancy name. Okay. So you can call me any name. Okay, any name. DJ or Shah Rukh. Okay, no problem. ഇനി വരാൻ പോകുന്ന കൂട്ടുകാരെ ശ്രദ്ധിച്ചോ. ഇതാണ് ആഷ്മിക, നമ്മുടെ ഫ്ലൈവെൽ ടൂർസിന്റെ ഓണർ. ഇദ്ദേഹം നമ്മുടെ ട്രിപ്പിന്റെ ആദ്യം മുതൽ അവസാനം വരെ നമ്മുടെ കൂടെ ഉണ്ടായിരുന്നു. ആദ്യമായിട്ട് തായ്ലൻഡിൽ എത്തുന്ന ആളുകളാണ് ഞങ്ങളിൽ പലരും. അതുകൊണ്ട് തന്നെ കൃത്യമായിട്ട് അവിടെ എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടതെന്നുള്ളതിനെ കുറിച്ച് അദ്ദേഹം പറഞ്ഞു തരുന്ന വീഡിയോ ആണ് കേട്ടോ നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇദ്ദേഹത്തിന്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത എന്ന് പറയുന്നത് ഈ ടൂറിന്റെ കൃത്യമായിട്ടുള്ള ഗൈഡൻസ് മൂപ്പർക്ക് അറിയാം, എന്തൊക്കെ കാര്യങ്ങൾ എങ്ങനെയൊക്കെ ചെയ്യണം എന്നുള്ളത്. ഇദ്ദേഹത്തിന്റെ കൂടെ തന്നെ നമ്മുടെ ഫായിസും ഉണ്ടായിരുന്നു. ഫായിസ് സത്യം പറഞ്ഞാൽ ഓൾ ഇൻ ഓൾ ആണ് കേട്ടോ. എല്ലാ കാര്യങ്ങളും മൂപ്പർക്ക് കൃത്യമായിട്ട് എക്സിക്യൂട്ട് ചെയ്യാൻ അറിയാം. ഹലോ, ഗുഡ് മോർണിംഗ് തായ്ലൻഡ്. അപ്പൊ ഇപ്പൊ നമ്മളുള്ളത് ടൈഗർ ടോപ്പിയിലാണ്. ടൈഗറിന്റെ കൂടെ ഫോട്ടോസ് ഒക്കെ എടുക്കാൻ വേണ്ടി വന്നതാണ്. ഒരു ഇപ്പൊ ഞാൻ നിൽക്കുന്ന സ്പോട്ട് എന്ന് പറയുന്നത് ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു സ്ഥലമാണ്. സോ എല്ലാവരും ഓരോ തരത്തിലുള്ള സ്ഥലങ്ങളിൽ ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുകയാണ് കാര്യങ്ങൾ. ടൈഗർ ടോപ്പിയെ കാണാൻ വേണ്ടിയിട്ടാണ് വന്നിരിക്കുന്നത്. കുറേ ദൃശ്യങ്ങൾ നമുക്ക് കാണാം കേട്ടോ. അപ്പൊ എന്റെ പുറകിൽ ആരാ നിൽക്കുന്നതെന്ന് മനസ്സിലായോ? ആ ഒരു സൈഡില്. അടുത്തതായിട്ട് ഞാൻ ചെയ്യാൻ വേണ്ടി പോകുന്ന പരിപാടി എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ടൈഗറിന്റെ കൂടെ ഫോട്ടോ എടുക്കുക എന്നുള്ളതാണ്. ഈ ചുറ്റുള്ളത് പക്ഷെ ടൈഗർ അല്ല കേട്ടോ, സിംഹമാണ്. ഇനി ഇവന്മാരെ കൂടെ ഞാൻ എങ്ങനെ ഫോട്ടോ എടുക്കും എന്നുള്ളതാണ് ഞാൻ ആലോചിക്കുന്നത്. പിന്നെ ഞാൻ ജന്മനാ ധൈര്യശീലമായതുകൊണ്ട് പിന്നെ കുഴപ്പമില്ലെന്ന് വിചാരിക്കാം. കക്ഷികളെ നോക്കിയ നിങ്ങള്. ഹലോ മിസ്റ്റർ വിൽഫ്രഡ് ഡിസൂസ, ഫോൺ എടുക്ക്. ബ്ലാറ്റി ബാസ്റ്റർഡ്, ഫോൺ എടുക്കാൻ. എന്നെ ധിക്കരിക്കാനാണ് നിന്റെ ഭാവമെങ്കിൽ നിന്റെ അമ്മയും പെങ്ങളും എന്റെ കസ്റ്റഡിയിലിരിക്കും. മറിച്ച് നിന്നെ ധിക്കരിക്കാനാണ് എന്റെ ഭാവമെങ്കിൽ എന്റെ അമ്മയും പെങ്ങളും നിന്റെ കസ്റ്റഡിയിലും ഇരിക്കും. ഓർമ്മയിരിക്കട്ടെ. അങ്ങനെ ഗംഭീരമായ ഫോട്ടോ എടുപ്പിനും റീൽസിനും ഒക്കെ ശേഷം ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത് ജെംസ് ഗാലറിയിലേക്കാണ്. ജെംസ് എന്ന് കേൾക്കുമ്പോൾ തെറ്റിദ്ധരിക്കേണ്ട, നമ്മുടെ രത്നങ്ങളില്ലേ ആ ജെംസ് ആണ് കേട്ടോ. മനസ്സിൽ മറ്റേ ജെംസ് ആയിരുന്നു എനിക്കും ആദ്യം വന്നത്. സാരമില്ല. അപ്പോൾ കുറച്ച് ഡിസ്റ്റൻസ് ഉണ്ട്, ഒരു മണിക്കൂർ നേരമുണ്ട്. ആ 1 മണിക്കൂർ നേരം എല്ലാവരോടും ഉറങ്ങാൻ പറയും. പക്ഷേ എനിക്ക് ഉറങ്ങാനേ പറ്റുന്നില്ല. ഞാൻ ഈ ഇവിടുത്തെ നഗരങ്ങളൊക്കെ ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു.
മറ്റേ ചതിക്കാത്ത ചെന്തൂരുള്ള ഇവന്റെ ഡയലോഗ് പോലെ എൻ്റെ മനസ്സിലുള്ള വട്ടായി ഇങ്ങനെയല്ലായിരുന്നു എന്നുള്ളൊരു വൈബായിരുന്നു എനിക്ക് ആദ്യം കിട്ടി. പിന്നെ ഞാൻ അത്ര ജഡ്ജ്മെന്റൽ ആവരുതല്ലോ. വരും ദിവസങ്ങളിൽ നമുക്ക് ഒന്നും കൂടെ പട്ടായിയെ നോക്കി കണ്ടറിയാം. ഫുഡൊക്കെ കഴിച്ച് ഇനി അടുത്തതായിട്ട് പോകാൻ വേണ്ടി പോകുന്നത് അൽക്കസാർ ഷോ കാണാൻ വേണ്ടിയിട്ടാണ്. റൂമിലെത്തി ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്തിട്ടാണ് ഞങ്ങൾ അൽക്കസാർ ഷോന് പോകുന്നത്. 7 o'clock ആകുമ്പോഴത്തേക്കും തുടങ്ങും. വെന്യൂ ഓഫ് അൽക്കസാർ ഷോ. അപ്പൊ അവിടേക്കാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. യെസ്, നമുക്കിത് തായ്ലൻഡിലെ എന്നെ ഏറ്റവും അത്ഭുതപ്പെടുത്തിയ കാര്യങ്ങളിലൊന്നായിരുന്നു കേട്ടോ ഈ അൽക്കസാർ ഷോ. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു ഡാൻസ് കണ്ട് ഞങ്ങളെല്ലാവരും അന്തം വിട്ടുപോയി. ഏകദേശം 1 മണിക്കൂറാണ് ഈ ഒരു ഷോ. അപ്പോൾ ഇതിലെ ഏറ്റവും വലിയ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇവരാരും നമ്മൾ വിചാരിക്കുന്ന പോലെ ഗേൾസ് അല്ല. ദേ ആർ ലേഡി ബോയ്സ്, ബേസിക്കലി ബോയ്സ് ബട്ട് ഷേപ്പ് ഓഫ് ലേഡി. സോ ഷോ ഞങ്ങളെ ഞെട്ടിച്ച് കഴിഞ്ഞു. പിന്നെ ഞങ്ങൾ നേരെ പോയിരിക്കുന്നത് റൂമിലേക്കാണ്. ജസ്റ്റ് അവിടെ പോയിട്ട് ഒന്ന് ഫ്രഷ് ആയിട്ട് ഞങ്ങൾ വാക്കിംഗ് സ്ട്രീറ്റിലേക്ക് പോവാണ്. പട്ടായ ഈസ് ഓൾ അബൌട്ട് വാക്കിംഗ് സ്ട്രീറ്റ് എന്ന് കുറേ ആളുകൾ പറഞ്ഞു കേട്ടിട്ട് ഭയങ്കര ഹൈപ്പായിട്ടുണ്ട്. അപ്പോൾ എന്താ അവിടെയുള്ള ലോകം എന്നറിയാൻ വേണ്ടിയിട്ട് ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആണ്. അപ്പോൾ നമുക്ക് വാക്കിംഗ് സ്ട്രീറ്റിലേക്ക് പോവാം. Lights went down when you feel lost in your shadow. Don't feel alone, don't scream so loud. We are living in this cruel world. Broken but strong, gotta move on. You're not a bakery of life. Equip my soul, find the real gold. I'll fulfill what I started. വ്യത്യസ്ത തരത്തിലുള്ള ഫുഡുകൾ, പലതരത്തിലുള്ള ഷോപ്പുകൾ ഒക്കെ നിങ്ങൾക്ക് ഈ വാക്കിംഗ് സ്ട്രീറ്റിൽ കാണാം കേട്ടോ. ഞാൻ കാണിച്ചത് വെറും 1% മാത്രമാണ്. ഇതിലും എത്രയോ കാര്യങ്ങൾ നിങ്ങൾക്ക് വാക്കിംഗ് സ്ട്രീറ്റിൽ കാണാം. കുറേ സ്ഥലങ്ങളിലൊന്നും ഫോട്ടോ എടുക്കാനുള്ള അനുമതി നമുക്കില്ല. അപ്പോൾ കണ്ടു തന്നെ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ് പട്ടായ എന്ന് പറയുന്നത്, അവിടുത്തെ വാക്കിംഗ് സ്ട്രീറ്റും. തായ്ലൻഡിലുള്ള തെരുവുകളിലാണ്. ഓൾമോസ്റ്റ് രാത്രിയൊക്കെ എല്ലാവരും ഒരു മയങ്ങിയെന്ന് തോന്നുന്നു. കാരണം ഇവിടുത്തെ ഒച്ചപ്പാടൊക്കെ ഒന്ന് കുറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ സമയം ഏകദേശം 3 മണിയാണ്. അപ്പോൾ നമ്മൾ എല്ലാ സ്ട്രീറ്റ്സുകളും ഇങ്ങനെ നടന്നു കണ്ടു. കുറേ ടയേർഡായ സമയത്ത് എന്താ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളൊരു തായ് മസാജിന് പോയി. ഫുഡ് മസാജ് 200 രൂപയാണ് 1 മണിക്കൂറത്തെ പൈസ എന്ന് പറയുന്നത്. നല്ലതായിരുന്നു. സോ അങ്ങനെ അത് ചെയ്തു, റെസ്റ്റ് എടുത്തു. അങ്ങനെയൊക്കെയാണ് നമ്മൾ ഇത്രയും നേരം കവർ ചെയ്തത്. സോ അടിപൊളിയായിട്ടുണ്ട്. എന്തായാലും തായ്ലൻഡ് സ്ട്രീറ്റ് ശരിക്കും പറഞ്ഞാൽ ഇവിടുത്തെ നൈറ്റ് ഭയങ്കര യങ്ങാന്ന് പറയില്ലേ, അതേ അവസ്ഥയാണ്. എല്ലാവരും, കുറേ ആളുകൾ ഇപ്പോഴും ഉണ്ട്. പക്ഷെ എന്നാലൊന്ന് ഷട്ട് ഡൗൺ ചെയ്യുന്ന ഒരു ടൈം ആയിട്ടുണ്ടെന്ന് തോന്നുന്നു. സോ അതൊക്കെയാണ് ഇന്നത്തെ വിശേഷങ്ങൾ. ഞങ്ങൾ നേരെ ഹോട്ടലിലേക്ക് പോവാണ്. അവിടെ പോയിട്ട് ഉറങ്ങും. എന്തുകൊണ്ടാണ് ഇവിടുന്ന് നമ്മൾ ഇതുപോലത്തെ നേരെയുള്ള വീഡിയോസ് എടുക്കാത്തതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒറ്റ കാരണങ്ങൾ, ഭയങ്കര സൗണ്ടാണ്. ബട്ട് ഇപ്പോൾ സൗണ്ടൊക്കെ ലേശം ഒന്ന് കുറഞ്ഞു എന്ന് വിചാരിക്കുന്നു. അപ്പം നമുക്ക് പിന്നെ കാണാം. ബൈ. സോ ഗുഡ് മോർണിംഗ് തായ്ലാൻഡ്. അപ്പോൾ ഇപ്പോൾ നമ്മളുള്ളത് തായ്ലാൻഡിലുള്ള നമ്മുടെ ഹോട്ടലിലാണ്. നമ്മൾ ചെക്ക് ഇൻ ചെയ്തു. ഇനി നമ്മൾ കോറൽ ഐലൻഡിലേക്കാണ് പോകുന്നത്. അപ്പോൾ ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു സ്ഥലമാണ് നമ്മൾ ചൂസ് ചെയ്തിരിക്കുന്നത്. ഇറ്റ്സ് കോൾഡ് സിട്രസ് ഗ്രാൻഡ്. ഈ ഒരു ഹോട്ടലിലാണ് നമ്മളിന്ന് താമസിക്കുന്നത്.
ഉള്ളത് ഐലൻഡിലേക്ക് പോകാനുള്ള ബോട്ടിന്റെ അടുത്തേക്കാണ്. അപ്പൊ അത്യാവശ്യം നല്ല ക്രൗഡഡ് ആണ്. ഇവിടെ ഒരു വാക്ക് വേ പോലെയുണ്ട്. ആ വാക്ക് വേയിലൂടെ പോയിട്ട് വേണം നമ്മൾ എത്താൻ വേണ്ടിയിട്ട്. ക്രൂയിസ് പോലത്തതും സ്പീഡ് ബോട്ട് പോലത്തതും ഒക്കെ ഇവിടെ ഉണ്ട്. സോ നല്ല ക്രൗഡഡ് ആയി തുടങ്ങുന്നേ ഉള്ളൂ. അപ്പൊ നമുക്ക് ബാക്കി കാണാം. എല്ലാവരും അടിപൊളിയായിട്ട് നിൽക്കുന്നുണ്ട്. സോ ഇവിടുത്തെ കടലിന്റെ കളർ എന്ന് പറഞ്ഞാൽ നമ്മൾ ഫിലിംസിലൊക്കെ കാണുന്ന അതേപോലെ എക്സാക്ട്ലി സെയിം കളറാണ്. നല്ല തിരക്കുണ്ട്. അതുകൊണ്ട് തന്നെ ഭയങ്കര ക്രൗഡഡ് ആയതുകൊണ്ട് നമുക്ക് അത്ര പീസ്ഫുൾ ആയിട്ടുള്ള എൻജോയ്മെന്റ് നടക്കില്ല. ബട്ട് ഓൾ അപ്പാർട്ട് അടിപൊളിയാണ്. കാണാൻ ഭയങ്കര സൂപ്പർ. ഐലൻഡിൻ്റെ ഒരു സൈഡിൽ ഒരുപാട് കച്ചവടക്കാരുണ്ട്. അതേപോലെ തന്നെ വെറൈറ്റി ആയിട്ടുള്ള ഫുഡും നമുക്ക് ഇവിടെ നിന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. അപ്പോൾ അതൊക്കെ കണ്ട് ഞാനിങ്ങനെ നടക്കുകയാണ്. ഇനി നേരെ നമ്മൾ ബോട്ട് എടുത്തിട്ട് വേണം കരയിലേക്ക് എത്താൻ. അപ്പോൾ പോകുന്ന വഴിക്ക് കരയിൽ ഒരു സർപ്രൈസ് ഉണ്ട്. എന്താണെന്നറിയാമോ? നമ്മൾ കുറേ ആക്ടിവിറ്റീസ് ഒക്കെ ചെയ്തില്ലേ, അതിൻ്റെയൊക്കെ ഫോട്ടോസ് അവരെടുത്തിട്ട് പ്രിൻ്റായിട്ട് നമുക്ക് ഈ വഴിയോരത്തൊക്കെ കാണാൻ വേണ്ടി പറ്റും. ചിലപ്പോൾ നമ്മുടെ ഫോട്ടോസും ഈ കൂട്ടത്തിൻ്റെ അകത്ത് ഉണ്ടാവും. അപ്പം ഞങ്ങൾ അതും ഇങ്ങനെ തപ്പി ഇങ്ങനെ നടക്കുകയാണ്. എന്തായാലും വെറൈറ്റി. തിരിച്ചു വരുമ്പോഴത്തേക്ക് നന്നായിട്ട് മഴ പെയ്യാൻ തുടങ്ങിയിരുന്നു കേട്ടോ. തായ്ലാൻഡിലുള്ള മഴയും ഞങ്ങൾക്ക് എന്തായാലും കിട്ടി. അത് സത്യം പറഞ്ഞാൽ എനിക്കൊരു അല്പം സന്തോഷമായിരുന്നു. പക്ഷെ ഞങ്ങൾക്ക് അന്ന് ബാക്കിയുള്ള സ്ഥലങ്ങളിലൊന്നും പോകാൻ പറ്റിയില്ല. പക്ഷെ മഴ തോർന്നു കഴിഞ്ഞാൽ പോകാമല്ലോ. അങ്ങനെയുള്ള ശുഭാപ്തി വിശ്വാസത്തിൽ ഞങ്ങൾ നേരെ റൂമിലേക്ക് പോയി. അന്ന് വൈകുന്നേരം ഗാല ഡിന്നർ ആയിരുന്നു കേട്ടോ. നമ്മുടെ സ്ഥലത്തിലുള്ള എല്ലാവരും അടിപൊളിയായിട്ട് ഒത്തുകൂടി ഒരു മീറ്റിംഗ് ആയിരുന്നത്. നല്ല രസമുണ്ടായിരുന്നു. എല്ലാവരും ഭയങ്കര ഹാപ്പി ആയിരുന്നു. സോ വേറെ തന്നെ ഒരു വൈബായിരുന്നു. അത് ഭയങ്കര ഇഷ്ടമായി എല്ലാവർക്കും. അപ്പോൾ അത്രയൊക്കെയാണ് ഇന്നത്തെ വിശേഷങ്ങൾ എന്ന് പറയുന്നത്. ഒരുപാട് രസമുള്ളൊരു രാത്രിയായിരുന്നു അത്. സോ എല്ലാവർക്കും ഈ കുട്ടി വ്ലോഗ് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെടുവാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്.